Hi, welcome to Lash Class. BA English New Literatures in Englishലെ ഐ ആസ്ക് മൈ മദർ ടു സിംഗ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ചൈനീസ് അമേരിക്കൻ പോയിറ്റായ ലീ യങ് ലീ എഴുതിയ ചെറിയൊരു പോയമാണ്. നമ്മളിവിടെ ആ പോയത്തിൻ്റെ ഒരു അനാലിസിസും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ് എ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ പോയത്തിൻ്റെ അനാലിസിസ് നോക്കാം. ഷീ ബിഗിൻസ് ആൻഡ് മൈ ഗ്രാൻഡ് മദർ ജോയിൻസ്. പോയറ്റിന്റെ ടൈറ്റിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പോയറ്റ് അദ്ദേഹത്തിന്റെ മദറിന്റെ അടുത്ത് ഒരു പാട്ട് പാടാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. മദർ പാട്ട് പാടി തുടങ്ങുന്നു. ആ സമയത്ത് ഗ്രാൻഡ് മദർ കൂടെ പാടാൻ തുടങ്ങുകയാണ്. മദർ ആൻഡ് ഡോട്ടർ സിംഗ് ലൈക്ക് യങ് ഗേൾസ്. ഈ അമ്മയും മകളും നമ്മുടെ പോയറ്റിന്റെ മദറും ഗ്രാൻഡ് മദറും യങ് ഗേൾസിനെ പോലെയാണ് പാടുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അതായത് അവർ എത്രമാത്രം എക്സൈറ്റ്മെന്റോടും ഇമോഷനോടും കൂടിയിട്ടാണ് ആ പാട്ട് പാടുന്നതെന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇഫ് മൈ ഫാദർ വേർ അലൈവ് ഹി വുഡ് പ്ലേ ഹിസ് അക്കോർഡിയൻ ആൻഡ് സ്വേ ലൈക്ക് എ ബോട്ട്. ഇനി ഇദ്ദേഹത്തിന്റെ പിതാവ് ജീവിച്ചിരുന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ അക്കോർഡിയൻ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. ഈ പാട്ട് പാടുന്ന സമയത്ത് ആ മ്യൂസിക് ഇൻസ്ട്രുമെന്റ് അദ്ദേഹം വായിക്കുമായിരുന്നു. ആൻഡ് സ്വേ ലൈക്ക് എ ബോട്ട്, ഒരു ബോട്ട് വെള്ളത്തിൽ ഇളകുന്നത് പോലെ ഈ പാട്ടിന്റെ താളത്തിനനുസരിച്ച് അദ്ദേഹം ആടുകയും ചെയ്യുമായിരുന്നു എന്നാണ് പോയിട്ട് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പിതാവ് കൂടെയില്ല എന്നുള്ളൊരു വിഷമം കൂടി അദ്ദേഹം ഇപ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഐ ഹാവ് നെവർ ബീൻ ഇൻ പെക്കിംഗ് ഓർ ദ സമ്മർ പാലസ്. ഇനിയാണ് നമുക്ക് ഈ പാടുന്ന പാട്ടിന്റെ ഒരു കണ്ടന്റിനെ കുറിച്ചിട്ടുള്ള വിശദാംശങ്ങൾ ലഭിക്കുന്നത്. ഇദ്ദേഹം പറയുന്നത് പെക്കിംഗ് എന്ന് പറയുന്നത് ചൈനയിലെ ബീജിങ്ങിന്റെ പഴയ പേരാണ്. അവിടേക്ക് അദ്ദേഹം പോയിട്ടില്ല. അതുപോലെ തന്നെ സമ്മർ പാലസിലേക്കും അദ്ദേഹം പോയിട്ടില്ല. നോർ സ്റ്റുഡ് ഓൺ ദ ഗ്രേറ്റ് സ്റ്റോൺ ബോട്ട് ടു വാച്ച് ദ റെയിൻ ബിഗിൻ ഓൺ കുവാങ്മിങ് ലേക്ക്. മാത്രമല്ല ചൈനയിലെ കുവാൻമിങ് ലേക്കിൽ മഴ പെയ്തു തുടങ്ങുന്നത് അദ്ദേഹം കണ്ടിട്ടില്ല. അവിടുത്തെ സ്റ്റോൺ ബോട്ട് അദ്ദേഹം കണ്ടിട്ടില്ല. സ്റ്റോൺ ബോട്ട് എന്ന് പറയുന്നത് മാർബിൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ബോട്ടിന്റെ ഒരു പുരാതന നിർമ്മിതിയാണ്. അപ്പൊ ചൈനയിലെ ഇത്തരം സാംസ്കാരികമായിട്ട് പ്രാധാന്യമുള്ള സ്ഥലങ്ങളൊന്നും അദ്ദേഹം കണ്ടിട്ടില്ല എന്നുള്ള കാര്യം ഇവിടെ പറയുന്നു. ദ പിക്നിക്കേഴ്സ് റണ്ണിങ് അവേ ഇൻ ദ ഗ്രാസ്. ഇനി ആ മഴ പെയ്യുന്ന സമയത്ത് അവിടെ പിക്നിക്കിന് വന്ന ആളുകൾ ആ പുല്ലിലൂടെ ഓടുന്ന കാഴ്ചയും അദ്ദേഹം കണ്ടിട്ടില്ല എന്നവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാവുന്ന കാര്യം, ഇദ്ദേഹത്തിന്റെ മദറും ഗ്രാൻഡ് മദറും ഇവരുടെ ചൈനയിലെ കൾച്ചറിനെയും ട്രഡീഷനെയും കുറിച്ചിട്ടുള്ള പാട്ടുകളാണ് പാടുന്നത്. ആ പാട്ട് കേൾക്കുന്ന സമയത്ത് ഇദ്ദേഹം ചിന്തിക്കുന്നത് ഇതൊന്നും അദ്ദേഹത്തിന് നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലാണ്. പിന്നെ നമുക്കിവിടെ വേറൊരു സിംബോളിസം വരുന്നത്, ഈ പിക്നിക്കേഴ്സ് മഴ പെയ്യുന്ന സമയത്ത് ഓടുക എന്ന് പറയുന്നത് ഇവിടെ ഈ ഇമിഗ്രൻസ് ആയിട്ടുള്ള ഈ പോയിറ്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ആ നാട്ടിൽ നിന്ന് അവരിങ്ങനെ പലായനം ചെയ്യേണ്ടി വന്നതിൻ്റെ ഒരു ചിത്രം കൂടി നമുക്കവിടെ ലഭിക്കുന്നുണ്ട്. ബട്ട് ഐ ലവ് ടു ഹിയർ ഇറ്റ് സങ്. പക്ഷെ ഇദ്ദേഹത്തിന് ആ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. ഈ പാട്ടിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇദ്ദേഹത്തിന് നേരിട്ടുള്ള അനുഭവമില്ലെങ്കിലും അത് അദ്ദേഹത്തിന് ഇഷ്ടമാണെന്ന് അദ്ദേഹം പറയുന്നു. ഹൗ ദ വാട്ടർ ലില്ലീസ് ഫിൽ വിത്ത് റെയിൻ അണ്ടിൽ ദേ ഓവർടേൺ സ്പില്ലിംഗ് വാട്ടർ ഇൻ ടു വാട്ടർ. പിന്നീട് അദ്ദേഹം ഒരു ഇമേജാണ് പങ്കുവയ്ക്കുന്നത്. ഈ മഴയത്ത് തടാകത്തിൽ നിൽക്കുന്ന വാട്ടർ ലില്ലികൾ, ആ വാട്ടർ ലില്ലിക്കകത്ത് ഈ മഴ പെയ്യുന്ന സമയത്ത് വെള്ളം നിറയുന്നു. വെള്ളം നിറയുമ്പോൾ ആ വെള്ളം സ്വാഭാവികമായിട്ടും ആ തടാകത്തിലേക്ക് തന്നെ വീണു പോകുന്നു. ദെൻ റോക്ക് ബാക്ക് ആൻഡ് ഫിൽ വിത്ത് മോർ. അങ്ങനെ ആ വെള്ളം തടാകത്തിലേക്ക് വീണു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ മഴയിലെ വെള്ളം ആ വാട്ടർ ലില്ലികൾ നിറയുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. ഇവിടെ ഒരു സിമ്പലാണ് നമുക്ക് കാണുന്നത്. ഈ പാട്ടും അതുപോലെ തന്നെ ഇവരുടെ ഈ നൊസ്റ്റാൾജിയയും ഇവർക്ക് എത്രമാത്രം ഇമോഷനാണ് നൽകുന്നത് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതായത് ഒരു ഇമോഷണൽ ഓവർഫ്ലോ എന്നുള്ള കാര്യമാണ് ഈ വാട്ടർ ലില്ലിക്കകത്ത് വെള്ളം വീണ്ടും വീണ്ടും നിറയുന്ന ഒരു ഇമേജ് കൊണ്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ബോത്ത് വിമൻ ഹാവ് ബിഗൻ ടു ക്രൈ ബട്ട് നെയ്തർ സ്റ്റോപ്സ് ഹെർ സോങ്. ഇപ്പോൾ രണ്ട് സ്ത്രീകളും കരയാൻ തുടങ്ങിയിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ മദറും ഗ്രാൻഡ് മദറും ആ പാട്ട് പാടുന്ന സമയത്ത് അവരിലുണ്ടാകുന്ന നൊസ്റ്റാൾജിയ, മെമ്മറീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അവർ ചൈനയിലെ ആളുകളായിരുന്നു, ഇപ്പോൾ അവർ അമേരിക്കയിലാണ് താമസിക്കുന്നത്. ആ പഴയ ഓർമ്മകളുടെ നൊസ്റ്റാൾജിയയിൽ അവർ കരയുകയാണ്. പക്ഷേ അവരവരുടെ പാട്ട് നിർത്തുന്നില്ല. അപ്പോൾ ഈ പോയത്തിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഡയസ്പോറിക് നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് മോഡേൺ തീമാണ്. അതായത് സ്വന്തം നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിൽ പോയി താമസിക്കേണ്ടി വരുന്ന ആളുകൾക്ക് അവരുടെ കൾച്ചർ, അവരുടെ ഓർമ്മകൾ തുടങ്ങിയവ നഷ്ടപ്പെടുന്നതും
അതിനെക്കുറിച്ചിട്ടുള്ള നൊസ്റ്റാൾജിയയുമാണ് ഈ പോയത്തിനകത്ത് പങ്കുവയ്ക്കുന്നത്. ഇനി ഇതിലെ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഡസ് ദ റീഡർ ലേൺ അബൌട്ട് ദ സ്പീക്കേഴ്സ് ഫാമിലി ഫ്രം ദ പോയം? ഇനി ഈ പോയറ്റിന്റെ കുടുംബത്തെ കുറിച്ചിട്ട് നമുക്ക് ഈ കവിതയിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? The reader learns that the speaker's family has a strong connection to their cultural heritage as shown through their love of singing traditional songs. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അവർ ഇമിഗ്രൻസ് ആണ്. അവർ സ്വന്തം നാട്ടിലല്ല ജീവിക്കുന്നത്. സ്വന്തം നാട്ടിലെ കൾച്ചറിനെ കുറിച്ചിട്ടും ട്രഡീഷനെ കുറിച്ചിട്ടും അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഈ പോയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. വാട്ട് ഈസ് എ സോങ് ദ സ്പീക്കേഴ്സ് മദർ ആൻഡ് ഗ്രാൻഡ് മദർ സിംഗ് അബൌട്ട്? ഇനി ഇദ്ദേഹത്തിന്റെ മാതാവും അതുപോലെ തന്നെ ഗ്രാൻഡ് മദറും ഏത് പാട്ടാണ് പാടുന്നത്? ദ സിംഗ് അബൌട്ട് പ്ലേസസ് ഇൻ ചൈന ആൻഡ് ദെയർ കൾച്ചർ. അവർ ചൈനയിലെ സ്ഥലങ്ങളെ കുറിച്ചിട്ടും അവിടുത്തെ കൾച്ചറിനെ കുറിച്ചിട്ടുമുള്ള പാട്ടുകളാണ് പാടുന്നതെന്നാണ് നമുക്ക് ഈ പോയത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. ഹൂ ഡസ് ദ സ്പീക്കർ ആസ്ക് ടു സിംഗ്? നമ്മുടെ പോയറ്റ് ആരോടാണ് പാടാൻ വേണ്ടി പറഞ്ഞിരുന്നത്? ദ സ്പീക്കർ ആസ്ക് ഹിസ് മദർ ടു സിംഗ് ആൻഡ് ഹിസ് ഗ്രാൻഡ് മദർ ജോയിൻസ് ഇൻ ആസ് വെൽ. അദ്ദേഹത്തിന്റെ മദറിനോടാണ് പാട്ട് പാടാൻ വേണ്ടി പറയുന്നത്. അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് മദർ കൂടി ആ പാട്ടിനകത്ത് ചേരുന്നുണ്ട്. വാട്ട് വുഡ് ദ സ്പീക്കേഴ്സ് ഫാദർ ഡു ഇഫ് ഹി കുഡ് ജോയിൻ ഇൻ സിംഗിങ്? ഇനി ഇദ്ദേഹത്തിന്റെ പിതാവ് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഈ പാട്ട് പാടുന്ന സമയത്ത് എന്ത് ചെയ്യുമായിരുന്നു? ദ സ്പീക്കേഴ്സ് ഫാദർ ഇഫ് അലൈവ് വുഡ് പ്ലേ ദി അക്കോർഡിയൻ ആൻഡ് സ്വേ ടു ദ മ്യൂസിക് ലൈക്ക് എ ബോട്ട്. അദ്ദേഹം അക്കോർഡിയൻ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് വായിക്കുകയും ഒരു ബോട്ട് വെള്ളത്തിൽ ഇളകുന്നത് പോലെ ആ പാട്ടിന്റെ താളത്തിൽ ആടുകയും ചെയ്യുമായിരുന്നെന്നാണ് പോയറ്റ് പറയുന്നത്. ഹൗ ഡസ് ദ സ്പീക്കർ ഫീൽ അബൌട്ട് ദ സബ്ജക്ട് ഓഫ് ദ മദേഴ്സ് ആൻഡ് ദ ഗ്രാൻഡ് മദേഴ്സ് സോങ്? ഇനി ഇവർ പാടുന്ന പാട്ടിലെ വിഷയത്തെ കുറിച്ചിട്ട് എന്താണ് ഇദ്ദേഹം ഫീൽ ചെയ്യുന്നത്? ദ സ്പീക്കർ ഫീൽസ് എ ഡീപ് ലവ് ആൻഡ് അപ്രിസിയേഷൻ ഫോർ ദ സബ്ജക്ട് ഓഫ് ദ മദേഴ്സ് ആൻഡ് ഗ്രാൻഡ് മദേഴ്സ് സോങ് ഈവൻ ദോ ഹി ഹാസ് നെവർ എക്സ്പീരിയൻസ്ഡ് ഇറ്റ് ഫസ്റ്റ് ഹാൻഡ്. അദ്ദേഹത്തിന് ആ പാട്ടിൽ പറയുന്ന കാര്യങ്ങളോട് വലിയൊരു അപ്രിസിയേഷനും സ്നേഹവുമാണ് തോന്നുന്നത്. അദ്ദേഹം നേരിട്ട് അനുഭവിക്കാത്ത കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അവർ പാടുന്നതെന്നെങ്കിലും അദ്ദേഹത്തിന് അതിനോട് വലിയൊരു അപ്രിസിയേഷനും ലവും ഉള്ളതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വാട്ട് ഹാപ്പൻസ് ടു ദ വാട്ടർ ലിലീസ് ഇൻ ദ റെയിൻ? ഇനി ഈ മഴയത്ത് വാട്ടർ ലിലീസിന് എന്താണ് സംഭവിക്കുന്നത്? ദ വാട്ടർ ലിലീസ് ഫിൽ വിത്ത് റെയിൻ അണ്ടിൽ ദേ ഓവർ ടേൺ ആൻഡ് സ്പിൽ വാട്ടർ. ആ വാട്ടർ ലില്ലികൾക്കകത്ത് വെള്ളം നിറയുകയും ആ വെള്ളം തടാകത്തിലേക്ക് തന്നെ ഒഴുകുകയും ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇൻ വാട്ട് വേസ് ആർ ദ വാട്ടർ ലില്ലീസ് ആൻഡ് ദ സ്പീക്കേഴ്സ് മദർ ആൻഡ് ഗ്രാൻഡ് മദർ അലൈക്ക്? ഇനി ഈ മഴയത്ത് നിൽക്കുന്ന വാട്ടർ ലില്ലീസും ഇദ്ദേഹത്തിന്റെ മദറും ഗ്രാൻഡ് മദറും തമ്മിൽ എങ്ങനെയാണ് കണക്റ്റഡ് ആവുന്നത്? ബോത്ത് ദ വാട്ടർ ലില്ലീസ് ആൻഡ് ദ സ്പീക്കേഴ്സ് മദർ ആൻഡ് ദ ഗ്രാൻഡ് മദർ ആർ ഫിൽഡ് വിത്ത് സംതിങ് ദാറ്റ് ഓവർഫ്ലോസ്. അവിടെ രണ്ട് കൂട്ടരിലും ഒരു ഓവർഫ്ലോ ആണ് നടക്കുന്നത്. വാട്ടർ ലില്ലിയെ സംബന്ധിച്ചിട്ട് അതിൽ മഴയിൽ വരുന്ന വെള്ളമാണ് ഓവർഫ്ലോ ചെയ്യുന്നതെങ്കിൽ ഇദ്ദേഹത്തിന്റെ മദറിനും ഗ്രാൻഡ് മദറിനും സംബന്ധിച്ചിട്ട് അത് അവരുടെ ഇമോഷണൽ ഓവർഫ്ലോ ആണ്. എന്നിട്ട് പാട്ട് കഴിയുന്ന സമയത്ത് അവരിൽ നിന്ന് കണ്ണീരും വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇമോഷണൽ ഓവർഫ്ലോയുടെ ഒരു സിമ്പിളായിട്ടാണ് നമ്മളത് കാണുന്നത്. എക്സ്പ്ലെയിൻ ദ ഫ്രേസ് സ്പില്ലിംഗ് വാട്ടർ ഇൻ ടു വാട്ടർ. ഇനി ഈ വാട്ടർ ലില്ലിയിൽ നിന്ന് ഉള്ള വെള്ളം ആ തടാകത്തിലെ വെള്ളത്തിലേക്ക് ഒഴുകുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. സ്പില്ലിംഗ് വാട്ടർ ഇൻ ടു വാട്ടർ ഡിസ്ക്രൈബ്സ് ദ വാട്ടർ ലില്ലീസ് ഓവർഫ്ലോയിങ് വിത്ത് റെയിൻ വാട്ടർ. ഇറ്റ് സിംബലൈസസ് ഇമോഷണൽ ഓവർഫ്ലോ. ആ വാട്ടർ ലില്ലീസ് ഇങ്ങനെ ഈ മഴയിൽ ഓവർഫ്ലോ ചെയ്യുന്നതിന്റെ സിമ്പിളാണത്. അത് നമ്മുടെ പോയറ്റിന്റെ ഫാമിലിക്കകത്തുള്ള ഇമോഷണൽ ഓവർഫ്ലോയുടെ സിമ്പിളായിട്ടാണ് നമ്മൾ കാണുന്നത്. വാട്ട് ഹാപ്പൻസ് ടു ദ മദർ ആൻഡ് ഗ്രാൻഡ് മദർ ആസ് ദേ സിംഗ്? ഇനി ഇവർ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് എന്താണ് സംഭവിക്കുന്നത്? ബോത്ത് ദ മദർ ആൻഡ് ഗ്രാൻഡ് മദർ ബിഗിൻ ടു ക്രൈ ആസ് ദേ സിംഗ് ബട്ട് ദേ ഡു നോട്ട് സ്റ്റോപ്പ് സിംഗിങ്. ഇവര് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ കരയുകയാണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു അവരുടെ നൊസ്റ്റാൾജിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ കരച്ചിൽ വരുന്നത്. പക്ഷെ അവരുടെ പാട്ട് അവർ നിർത്തുന്നില്ല. വൈ ഡു ദ മദർ ആൻഡ് ഗ്രാൻഡ് മദർ ക്രൈ ആസ് ദേ സിംഗ്? ഇനി ഇവർ പാട്ട് പാടുന്ന സമയത്ത് കരയാനുള്ള കാരണം എന്താണ്? ദേ ക്രൈ ബിക്കോസ് ഓഫ് ദ സാഡ്നെസ് അബൌട്ട് ദ ലോസ്റ്റ് ഹോംലാൻഡ്. അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള അവരുടെ ഹോംലാൻഡിനെ കുറിച്ചിട്ടുള്ള ചിന്തകളും ഓർമ്മകളും നൊസ്റ്റാൾജിയുമാണ് അവർ കരയുന്നതിന് കാരണമാകുന്നത്. ഇനി ഇതിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ് എ ക്വസ്റ്റ്യൻസ് അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സ് എലാബറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് ആൻസർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, സ്പീക്കേഴ്സ് ഫീലിങ്സ്. ദ സ്പീക്കർ ഫീൽസ് എ ഡീപ്പ് കണക്ഷൻ ടു ദെയർ ഫാമിലി ആൻഡ് ഹെറിറ്റേജ്.
ഇദ്ദേഹത്തിന്റെ ഫാമിലിയുടെ ഹെറിറ്റേജിലേക്ക്, പാരമ്പര്യത്തിലേക്ക് ഒരു ഡീപ്പ് ഫീലിംഗ് ഉള്ളതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ആസ് ഷോൺ ബൈ ദ റിക്വസ്റ്റ് ഫോർ ദ മദർ ആൻഡ് ഗ്രാൻഡ് മദർ ടു സിംഗ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മദറിന്റെ അടുത്ത് പാടാൻ വേണ്ടി പറയുന്നത്. ദേ എക്സ്പ്രസ് എ സെൻസ് ഓഫ് ലോങ്ങിങ് ആൻഡ് അഡ്മിറേഷൻ ഫോർ ദെയർ ഫാമിലീസ് ട്രഡീഷൻസ് ഈവൻ ദോ ദേ ഹാവ് നോട്ട് എക്സ്പീരിയൻസ് ദം ഫസ്റ്റ് ഹാൻഡ്. കൂടാതെയുള്ളത് ഒരു സെൻസ് ഓഫ് ലോങ്ങിങ് ആണ്, അതായത് അത് മിസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ഫീലിംഗ് ആണ്. ഇദ്ദേഹത്തിന് അത് അനുഭവിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇദ്ദേഹം ഒരു ഇമിഗ്രൻ്റ് ആയിട്ടാണ് ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ ആ ഒരു ട്രഡീഷൻ അനുഭവിക്കാൻ കഴിയാത്തതിലെ ഒരു വിഷമം അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. There is a sense of pride in the family's cultural heritage, as evidenced by the speaker's appreciation for the song and the imagery associated with it. കൂടാതെ അദ്ദേഹത്തിന് ഒരു പ്രൈഡുണ്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ ഈ ഒരു ഹെറിറ്റേജ് കൾച്ചറിനെ സംബന്ധിച്ചിട്ട്. ഇത്തരം ഫീലിങ്സ് ആണ് അദ്ദേഹം ഈ പോയത്തിനകത്ത് പങ്കുവയ്ക്കുന്നത്. അടുത്തത് ഇമേജസ് ഓഫ് ചൈന. ഈ പോയത്തിനകത്ത് ചൈനയിലെ ഏതൊക്കെ ഇമേജുകളാണ് പങ്കുവയ്ക്കുന്നത്? The poem evokes images of Peking and the Summer Palace, which are iconic landmark in Chinese culture and history. പെക്കിംഗ് നഗരം ബീജിംഗ് നഗരത്തിന്റെ പഴയ പേരാണ്. അതുപോലെ സമ്മർ പാലസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ കൂടി ഇമേജുകൾ ഈ പോയത്തിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. അത് ചൈനയിലെ കൾച്ചറൽ ഹെറിറ്റേജുമായി ബന്ധപ്പെട്ടിട്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. The mention of the great stone boat on the Guangmin Lake and picnickers running away in the grass paints a vivid picture of a scene in China. കൂടാതെ ചൈനയിലെ ഒരു രംഗം വരുന്നത് ഈ കുവാങ്മിൻ ലേക്ക്, അതിന്റെ സമീപത്തുള്ള ഈ സ്റ്റോൺ ബോട്ട് എന്നിവയുമാണ്. ഈ സ്റ്റോൺ ബോട്ടിന്റെ സമീപത്ത് ഈ മഴ പെയ്യുന്ന സമയത്ത് ആളുകൾ ഇങ്ങനെ പുല്ലിലൂടെ ഓടുന്ന ഒരു ഇമേജ് കൂടി ഈ പോയത്തിനകത്ത് വരുന്നുണ്ട്. These images serve to connect the speaker and the reader to Chinese culture and history, even if they have never visited these places. അപ്പോൾ ഈ ഇമേജുകളെല്ലാം അദ്ദേഹത്തിന് ചൈനയുമായിട്ടുള്ള കണക്ഷൻസ് ആണ്. അദ്ദേഹം നേരിട്ട് അവ സന്ദർശിച്ചിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. പക്ഷെ ഈ ഇമേജുകളിലൂടെ അദ്ദേഹത്തിന്റെ കൾച്ചറുമായിട്ട്, ട്രഡീഷനായിട്ട് കണക്റ്റഡ് ആവുകയാണ്. അടുത്തത് സിംഗിങ് ആസ് എ ട്രോപ്പ്. ട്രോപ്പ് എന്ന് പറയുന്നത് മെറ്റഫോറിക് അല്ലെങ്കിൽ സിംബോളിക് ആയിട്ട് ഒരു കാര്യത്തെ ഉപയോഗിക്കുന്നതാണ്. ഇവിടെ സിംഗിങ്ങിനെ എങ്ങനെയാണ് സിംബോളിക് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. Singing is used as a way to preserve and honor cultural heritage as the mother and grandmother sing traditional songs. ഇവിടെ സിംഗിങ് എന്ന് പറയുന്നത് ഈ കൾച്ചറൽ അതുപോലെ തന്നെ ഹെറിറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രിസർവ് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ്. അപ്പോൾ ഇവര് ഇമിഗ്രൻസ് ആണ്, വേറൊരു നാട്ടിലാണ് ഇവർ താമസിക്കുന്നത്. പക്ഷെ അവരുടെ കൾച്ചറുമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നത് ഈ സോങ്ങിലൂടെയാണ്. It symbolizes the transmission of cultural values and traditions from one generation to the next. കൂടാതെ ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് ഈ കൾച്ചറൽ വാല്യൂസ് ഇവർ കൈമാറുന്നതും സോങ്സിലൂടെയാണ് എന്നുള്ള കാര്യം നമുക്ക് ഈ പോയത്തിനകത്ത് കാണാം. The act of singing becomes a way to express and process emotions, as seen when both the mother and the grandmother cry but continue singing. കൂടാതെ ഇവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സായിട്ട് കൂടി ഇവിടെ സിംഗിങ് വരുന്നുണ്ട്. ഈ പാട്ട് പാടി കഴിയുന്ന സമയത്ത് അവർ കരയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആ രീതിയിലൊരു ഇമോഷണൽ എക്സ്പ്രഷൻ ആയിട്ട് കൂടി ഇവിടെ സിംഗിങ് വരുന്നുണ്ട്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഡയസ്പോറിക് നൊസ്റ്റാൾജിയ ഇൻ ഐ ആസ്ക് മൈ മദർ ടു സിംഗ്. ഇനി ഡയസ്പോറിക് നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് കൊളോണിയൽ തീമാണ്. ഇതുപോലെ ഇമിഗ്രൻസ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഈ കൾച്ചർ ഹെറിറ്റേജ് എല്ലാം മിസ് ചെയ്യുന്ന ഒരു ഫീലിങ്ങിനെയാണ് ഡയസ്പോറിക് നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത്. The poem reflects the speaker's longing for their cultural heritage and homeland, which are distant and perhaps inaccessible. അപ്പോൾ ഈ പോയത്തിൽ സ്പീക്കർ ഇതുപോലെ തന്നെ അതിന് ലഭിക്കാതെ പോയ ഈ ഹോംലാൻഡ്, ആ ഹെറിറ്റേജ്, അവയെ മിസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു ഡയസ്പോറിക് നൊസ്റ്റാൾജിയയുടെ തീമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. It highlights the emotional complexity of living in a diaspora where one is physically separated from their cultural roots. കൂടാതെ ഈ ഡയസ്പോറിക് തീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ കൾച്ചറൽ റൂട്ട്സിൽ നിന്ന് മാറി താമസിക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. ഇവർ ഇമിഗ്രൻസ് ആയിട്ട് വേറൊരു നാട്ടിൽ താമസിക്കുന്നു, ഇവരുടെ കൾച്ചറൽ റൂട്ട്സ് വേറൊരു നാട്ടിലാണുള്ളത്. ആ ഒരു തീം നമുക്ക് ഈ പോയത്തിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. The act of asking the mother and grandmother to sing traditional songs represents a desire to reconnect with and preserve their cultural identity. കൂടാതെ ഇദ്ദേഹത്തിന്റെ മദറിന്റെ അടുത്ത് പാടാൻ വേണ്ടി പറയുന്നുണ്ട്. ഗ്രാൻഡ് മദർ അതിനകത്ത് ജോയിൻ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ആ പാടാൻ വേണ്ടി പറയുന്നത് തന്നെ ഇദ്ദേഹത്തിന്റെ ആ ഒരു കൾച്ചറുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ആഗ്രഹത്തിന്റെ മുകളിലാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ആ രീതിയിൽ ഡയസ്പോറിക് നൊസ്റ്റാൾജിയ ഈ പോയത്തിനകത്ത് നമുക്ക് കാണാവുന്നതാണ്. ഇനി ഇതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇമോഷൻസ് ഇൻ ആസ്ക് മൈ മദർ ടു സിംഗ്. ഇനി പോയത്തിനകത്തുള്ള ഇമോഷണൽ എക്സ്പ്രഷൻസിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ദ പോയം എക്സ്പ്ലോർസ് ദ പവർ ഓഫ് മ്യൂസിക്, സ്പെസിഫിക്കലി സിംഗിങ്, ടു ഇവോക്ക് സ്ട്രോങ് ഇമോഷൻസ് ആൻഡ് മെമ്മറീസ്. ഒന്ന്, ഇതിലെ ഇമോഷൻസ് സിംഗിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു സിംഗിങ്ങിലൂടെ എങ്ങനെയാണ് ഇവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഈ പോയത്തിനകത്ത് കാണിക്കുന്നുണ്ട്. ദ സ്പീക്കേഴ്സ് റിക്വസ്റ്റ് ഫോർ ദ മദർ ആൻഡ് ഗ്രാൻഡ് മദർ ടു സിംഗ് shows a deep appreciation for the emotional depth of their voices and the songs themselves. കൂടാതെ ഇദ്ദേഹത്തിന്റെ മദറിന്റെ അടുത്ത് ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അത് തന്നെ ഇദ്ദേഹത്തിന്റെ ഇമോഷൻ കൊണ്ടുണ്ടാവുന്നതാണ്. ഇദ്ദേഹത്തിന്റെ ഈ ഒരു കൾച്ചർ, ഹെറിറ്റേജ് തുടങ്ങിയവുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ആഗ്രഹത്തിന്റെ മുകളിലുള്ള ഒരു ഇമോഷണൽ റിക്വസ്റ്റ് ആയിട്ട് നമുക്കത് കാണാൻ വേണ്ടി കഴിയും. ആ രീതിയിൽ അവിടെ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ദ മദർ ആൻഡ് ഗ്രാൻഡ് മദർസ് tears while singing suggests that the music touches them on a profound emotional level, possibly reminding them of their homeland or loved ones. കൂടാതെ ഈ മദറും ഗ്രാൻഡ് മദറും ഈ പാട്ട് പാടുന്ന സമയത്ത് കരയുന്നുണ്ട്. അതും ഒരു ഇമോഷണൽ എക്സ്പ്രഷൻ ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. ആ പാട്ടിലെ തീം അവരുടെ കൾച്ചറിനെ കുറിച്ച്, ഹെറിറ്റേജിനെ കുറിച്ച് അവരെ ഓർമ്മിപ്പിക്കുന്നതാണ്. ആ ഒരു നൊസ്റ്റാൾജിയ കൊണ്ട്, അവരുടെ നഷ്ടപ്പെട്ട ഹോംലാൻഡിന്റെ നൊസ്റ്റാൾജിയ കൊണ്ട് അവർ കരയുന്നത് ഒരു ഇമോഷണൽ എക്സ്പ്രഷൻ ആണ്. ആ രീതിയിൽ ഇവിടെ ആ നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന ഒരു ഇമോഷന്റെ എക്സ്പ്രഷൻ നമുക്ക് ഈ പോയത്തിനകത്ത് കാണാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.